ജന്മാദ്യസ്യേതോന്നയാദിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേയം ഹ്യന്തിയച്ചൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിൽ 4 അധ്യായമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഈ 5-ാമത്തെ അധ്യായത്തിൽ നേരത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ച എന്താണ് ഇതിൽ പറയാൻ പോകുന്നത് എന്ന് നേരത്തെ അവസാന ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചു. എങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ സൃഷ്ട്യാദി ലീലകൾ ഭഗവാൻ നടത്തുന്നത് എന്ന് പരീക്ഷിത്ത് ശുഗമഹർഷിയോട് ചോദിച്ചതിനെ ശുഗമഹർഷി പരീക്ഷത്തിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ ചോദ്യം പണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നതാണ്. അതേപോലെ തന്നെ നാരദൻ്റെ അച്ഛനായ ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തതാണ് ഇത്. അതാണ് ബ്രഹ്മനാരദ സംവാദം. പരീക്ഷത്തിനോട് ശുഗമഹർഷിയാണ് പറയണത്. പക്ഷേ അതിനു മുൻപേ ഇത് ആരോട് പറഞ്ഞു? നാരദൻ ചോദിച്ചതനുസരിച്ച് അച്ഛനായ ബ്രഹ്മാവ് മകനായ നാരദനോട് പറഞ്ഞു. അതാണ് ബ്രഹ്മനാരദ സംവാദം. ഓരോ സംവാദങ്ങളിൽ കൂടിയിട്ടാണ് ഓരോ വിഷയം നമ്മളിലേക്ക് എത്തിക്കുന്നത്. നാരദ ഉവാച, എന്താണ് നാരദൻ അച്ഛനോട് ചോദിച്ചത്? ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീഹി ജ്ഞാനം ആത്മതത്വ നിദർശനം. ആദ്യത്തെ ഈശ്വരൻ എന്ന നിലയ്ക്കുള്ള സംബോധനകളാണ്. അത് പറയേണ്ട ആവശ്യമില്ല. ദേവദേവ നമസ്തേസ്തു, അങ്ങേക്ക് നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭൂതഭാവന പൂർവജ, ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കുന്ന ആൾ. ഭൂതഭാവന എന്നുള്ളവിടെ അർത്ഥം പ്രാണികളെ വർദ്ധിപ്പിക്കുന്നവൻ. ബ്രഹ്മാവാണല്ലോ സൃഷ്ടിച്ച് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രാണികളെ ഭൂതഭാവന വർദ്ധിപ്പിക്കുന്നവനെ എന്ന് വിളിച്ചിരിക്കുകയാണ്. തദ്വിജാനീഹി യജ്ഞാനം ആത്മതത്വ നിദർശനം. ഏതൊരു ജ്ഞാനമാണോ അതിനെ എനിക്ക് പറഞ്ഞു തരണം. തദ്വിജാനീഹി യജ്ഞാനം. എന്തിനാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുക? ആ ജ്ഞാനം ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനമാണ്. ആത്മതത്വ നിദർശനം. ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന ഏതാനും ജ്ഞാനശകലങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും. വേറൊന്നും കേൾക്കണ്ട, നാരദന് ആവശ്യമില്ല. ബ്രഹ്മാവിനും അതെ, അങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ് ഇഷ്ടം. ഒക്കെ ചോദിച്ചാൽ പറയാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ ആത്മജ്ഞാനത്തിനെ ഏതൊന്നാണോ വർദ്ധിപ്പിക്കുന്നത് അത് എന്നോട് പറഞ്ഞു തരണം എന്ന് ചുരുക്കി പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് തനിക്ക് അറിയേണ്ടത് എന്ന് വിസ്തരിക്കുകയാണ് 2-ാമത്തെ ശ്ലോകം മുതൽ. യത് രൂപം യത് അധിഷ്ഠാനം യതസൃഷ്ടമിതം പ്രഭോ യത് സംസ്ഥം യത്പരം വെച്ച തത്വം വദ തത്വത. എന്തൊക്കെയാണപ്പോൾ ഈ ആത്മതത്വം? യജ്ഞാനം ആത്മതത്വ നിദർശനം. ആത്മതത്വ നിദർശനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ജ്ഞാനത്തിൽ താൻ എന്തൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നത് ചിലത് പറയുകയാണ്. യത് രൂപം യത് അധിഷ്ഠാനം. യത് അധിഷ്ഠാനം, യദധിഷ്ഠാനം, യത് പ്ലസ് അധിഷ്ഠാനം. ഈ ലോകം, ഇത്മന ലോകമാണ്, ഏത് രൂപത്തോടു കൂടിയതാണ്? ഏത് അധിഷ്ഠാനത്തോടു കൂടിയതാണ്? അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമല്ല, ഏകദേശം ആ ഒരു അർത്ഥം ശരിയാവും. ഏതിൽ സ്ഥിതി ചെയ്യുന്നു ഈ ലോകം? യഥസൃഷ്ടമിത പ്രഭോ, ആരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്? ആരാണ് ലോകം സൃഷ്ടിച്ചത്? യത് സംസ്ഥം, ഏതൊന്നിൽ ലയത്തോടു കൂടിയാണ്? യത് പരം, ഏതൊന്നിന് അധീനമായിരിക്കുന്നുവോ? യച്ച, യാതൊന്ന് ആത്മാവോട് കൂടിയത്. തത്വം തത്വത വദ, അത് എന്നോട് പറയണം. അതായത് ഈ ലോകം ഒരു
പ്രത്യേക വസ്തുവിൽ അധിഷ്ഠിതമാണ് എന്നാണ്. ഏത് അധിഷ്ഠാനം? അച്ഛൻ 3 നമുക്കറിയാം: സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഉണ്ടായതിനൊക്കെ കർത്താവ് ഉണ്ട് എന്നാണ്. ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലാണ്ടൊരു സംഗതി ലോകത്തിലുണ്ടാവില്ല. വീടുണ്ടാക്കി കോൺട്രാക്ടർ ആരാ, ബസ് ഉണ്ടാക്കി ഓണർ ആരാ, അല്ലെങ്കിൽ കമ്പനി, ഏത് കമ്പനിയാണ് അല്ലേ മാനുഫാക്ചേർഡ് ബൈ കമ്പനിയാണല്ലോ ബസ് ഉണ്ടാക്കണം, കാർ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാത്തിനും ഒരു നിർമ്മാതാവ് ഉണ്ടാവും. അപ്പോൾ ലോകത്തിന് നിർമ്മാതാവ് ഉണ്ടാവണ്ടേ? അതാരാണ്? അതേപോലെ തന്നെ നിലനിൽക്കുക, അത് നിലനിർത്താനും ഒരാൾ വേണം. ഉടമസ്ഥൻ എല്ലാ ദിവസവും കഴുകി പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി സൂക്ഷിക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. പെയിൻ്റ് അടിക്കുമ്പോൾ പെയിൻ്റ് അടിക്കുക, അടിക്കേണ്ടപ്പോൾ പെയിൻ്റ് അടിക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക, വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുക. എവിടെ നിർത്തിയത് ആ ചടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, ബാറ്ററിയൊക്കെ ഇല്ലേ നിലനിൽക്കാൻ വേണ്ടി. അപ്പോൾ അത് മെയിൻ്റനൻസിൻ്റെ ഭാഗമാണത്. അത്യാവശ്യം വേണ്ട മിനുക്ക് പണികളോ അറ്റകുറ്റപ്പണികളോ ചെയ്ത് അതിനെ നിലനിർത്തുന്നതാണ് നിലനിർത്തൽ. ഒരാൾ വേണ്ടേ? പിന്നെ അവസാനം ഒരു വർഷങ്ങൾ ഇത്ര എന്ന് കണക്കുണ്ട്. അത് കഴിഞ്ഞാൽ കണ്ടൻ ചെയ്യണം. വണ്ടി പൊളിക്കുക എന്നപ്പോൾ പറയണത്. വണ്ടി പൊളിക്കാറായി, വണ്ടി പൊളിക്കാൻ പറഞ്ഞിരിക്കണു. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ടുള്ള വണ്ടി പൊളിക്കുക അവർക്ക് പറയുകയുണ്ടോ അല്ലേ? അപ്പോൾ അത് പക്ഷേ കൂടാതെ കഴിയില്ല. 15 കൊല്ലം കഴിഞ്ഞാൽ വണ്ടി പൊളിച്ചോളണം. പൊളിക്കാൻ കൊടുക്കാതെ അത് ആർക്കെങ്കിലും കൈമാറുക, അവർ ചെയ്തോളും. പിന്നെ അത് പറ്റില്ല, അപ്പോൾ അത് ഇല്ലാണ്ടാവുന്നുണ്ട്. അതാണ് ലയം. ഈ കൂടാതെ ഇത് ഏത് സ്ഥിതി ചെയ്യുന്നു? നിലനിൽക്കുക എന്നത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് ഏതിനൊരെങ്കിലും ഒരു ആസ്പദം വേണം. നിലനിർത്തുക എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് നമ്മൾ പറഞ്ഞു, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ അധിഷ്ഠാനം കേട്ടോ. അത് നിലനിർത്തലാണ്, ഇത് നിലനിൽക്കലാണ്. എന്താ വ്യത്യാസം? നിലനിർത്തലും നിലനിൽക്കലും തമ്മിൽ എന്താ വ്യത്യാസം? കേട്ടാൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും സംഗതി വ്യത്യാസപ്പെട്ടതാണ്. നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അറ്റകുറ്റപ്പണികളും സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നിലനിർത്തലിനാണ് നിലനിർത്തൽ. മാറാല തട്ടുക, വീട് ശരിയാക്കുക. പഴയ കാലത്ത് പൊളിച്ചു പണിയിലൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ അതില്ല, പെയിൻ്റ് അടിക്കുക, അത് നിലനിർത്തലാണ്. അപ്പം എന്താണ് നിലനിൽക്കൽ? വീട് എവിടെയാണ് നിൽക്കണം? തറയുടെ മുകളിൽ അല്ലേ? തറ എവിടെയാണ് നിൽക്കണം? ഭൂമിയിൽ. അതാണ് നിലനിൽക്കൽ. വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാവിധ ഭാരവും ആര് താങ്ങുന്നു? ഇത് ഏതിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദാറ്റ് ഈസ് അധിഷ്ഠാനം. അധിഷ്ഠാനം, അതാണ് അധിഷ്ഠാനം എന്ന് പറയുന്നത്. നിലനിർത്തൽ എന്ന് പറഞ്ഞാൽ അതല്ല, വ്യത്യാസമുണ്ട്. നിലനിൽക്കലും നിലനിർത്തലും ചെറിയൊരു വാക്കേ ഉള്ളൂ, ചെറിയ വ്യത്യാസമുണ്ട്. ഒന്നിൻ്റെ ബേസ് അല്ലെങ്കിൽ ഇത് മുഴുവൻ താങ്ങി നിൽക്കുന്നത് എന്താണെന്നുള്ളതാണ് അധിഷ്ഠാനം. നിലനിൽക്കൽ, അത് നിലനിൽക്കലാണ്. നിലനിർത്തലോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് നാരദൻ. അച്ഛാ, ഏതിലാണ് ഈ ലോകം നിൽക്കണം? വാട്ട് ഈസ് ദി ബേസ് ഓഫ് ദിസ് വേൾഡ്? ആരാണ് നിലനിർത്തുന്നത്? അതുകൊണ്ട് രണ്ട് ചോദ്യം, രണ്ട് വശമാണത്. കാരണം ഈ ലോകത്തിൽ കാണുന്ന ലോകം തന്നെ, ലോകത്തിലുള്ളതിന് മുഴുവൻ ഒരു ബേസ്മെൻറ്റ് വേണം. വീടിന് തറയാണ് ബേസ്, തറയ്ക്കോ ഭൂമിയാണ് ബേസ്. തറ ഭൂമിയിലാണ് നിൽക്കണം. നമ്മളെവിടെ ഇരിക്കണു? കസേലയിൽ. കസേല എവിടെ ഇരിക്കണു? ഭൂമിയിൽ. ശരിയാണല്ലോ. അപ്പം ഇതൊക്കെ ഇരിക്കണമെങ്കിൽ ഒരു ബേസ് വേണ്ടേ? ഇതിനൊക്കെ ബേസ് വേണം തീർച്ചയായിട്ടും. കസേല ആകാശത്തിൽ നിൽക്കില്ലല്ലോ, ഭൂമിയിലാണ് നിൽക്കണം. അപ്പോൾ ഭൂമിക്കും വേണ്ട ഒരു ബേസ്. ഭൂമി എവിടെ നിൽക്കണം? ചിലർ പറയും വെള്ളത്തിൽ. തെറ്റൊന്നുമില്ല, കാരണം 3/4 ഭാഗം വെള്ളം 1/4 ഭാഗം കരാന്നെടുക്കുമ്പോൾ വെള്ളത്തിലാണ് ഭൂമി. അപ്പോൾ ആ വെള്ളം എവിടെ നിൽക്കണം? വെള്ളം എവിടെ നിൽക്കണം എന്ന് വെച്ചാൽ വെള്ളം അടിസ്ഥാനമില്ലാണ്ട് നിൽക്കില്ല. നിങ്ങൾക്ക് ആകാശത്തിലൊരു ലേശം വെള്ളം നിർത്താൻ പറ്റുമോ? ഒരു പാത്രം വേണം, അല്ലെങ്കിൽ ഒരു കൈ വേണം. കയ്യിലെങ്കിലും വെള്ളം എടുക്കാം. ഇവിടുത്തെ വെള്ളം അവിടേക്ക് എത്തുന്ന വെച്ചാൽ പൈപ്പ് വേണം. വെറുതെ നിൽക്കുമോ വെള്ളം? വെള്ളം ഒട്ടും വെറുതെ നിൽക്കില്ല. അപ്പം അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്നത് ഭൂമി വെള്ളത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ വെള്ളം എവിടെ നിൽക്കുന്നു? വലിയൊരു ചോദ്യമാണത്, നല്ലൊരു ചോദ്യമാണത്. ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കാൻ ഏറ്റവും പറ്റിയൊരു ചോദ്യമാണത്. ഉത്തരവും
ഈശ്വരൻ ഇല്ല, അല്ലെങ്കിൽ ഇതിനൊന്നും കാരണമായിട്ടുള്ളൊരു സംഗതി ഇല്ല എന്നൊരാൾ പറഞ്ഞ ഒറ്റ ചോദ്യം ചോദിക്കുക അവരോട്, ഈ സമുദ്രം എവിടെയാണ് നിൽക്കണം? സമുദ്രം എവിടെയാണ് നിൽക്കണം? ചിലർ പറയും ഭൂമിയിൽ നിൽക്കുമോ? ഭൂമിയിൽ സമുദ്രം നിൽക്കില്ല കേട്ടോ, അത് തെറ്റിദ്ധരിക്കണ്ട. എന്താ കാരണം വെച്ചാൽ 3/4 ഭാഗം വെള്ളവും 1/4 ഭാഗം കരയാണ്. ടോട്ടൽ ഭൂമിയുടെ 3/4 ഭാഗം അല്ല എന്നാണ് ചിലരുടെ വാദം. ആകെ ലോകത്തിൽ 3 വെള്ളവും 1 കരയത്രേ ഉള്ളൂ. സംഗതി ആലോചിച്ചാൽ ശരിയാണ്, അധികം സമുദ്രമാണ്. 1/3 ഭൂമിയുള്ളൂ. അപ്പോൾ ബാക്കി വെള്ളം ഭൂമിയിലല്ല നിൽക്കണമെന്നാണ് ശാസ്ത്രീയമായിട്ട്, താത്വികമായിട്ട്. അപ്പോൾ ആ വെള്ളം ഭൂമിയിലല്ലെങ്കിൽ പിന്നെ എവിടെയാണ് നിൽക്കണം? ദേവിമാത്മ്യത്തിൽ അപാംസ്വരൂപസ്ഥിതയാ ത്വയിതത് ആപ്യായതേ കൃഷ്ണമലംഘ്യവീരേ. ഈ വെള്ളം മുഴുവന് താങ്ങി നിർത്തുന്നതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഉത്തരം കിട്ടി. പരാശക്തിയായിരിക്കുന്ന ജഗദംബികയാണ് ഈ വെള്ളത്തിനെ നിർത്തുന്നത്. ആ വെള്ളത്തിലാണ് ഭൂമി നിൽക്കണമെന്നാണ്. ഇതുവരേക്ക് നമ്മൾ ചിന്തിച്ചത് ഭൂമിയിൽ വെള്ളം നിൽക്കണമെന്നാണെങ്കിൽ ഇതാ ഒരു വ്യത്യാസമുണ്ട്. വെള്ളത്തിലാണ് ഭൂമി നിൽക്കുന്നത്. അത് അത്ഭുതമാണ്. അത് ചിന്തിച്ചാൽ അതിന് സത്യമുണ്ട്. കാരണം ഒരു പാത്രം, ആ പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തു, അത് കുറച്ച് ദിവസം അവിടെ വെച്ചാൽ അതിൻ്റെ അടിയിൽ ഈ പൊടികൾ ഊറും. ലേശം പൊടിയൊക്കെ ഉള്ള വെള്ളമാണെന്ന് കൂട്ടാം നമുക്ക് ഉദാഹരണത്തിന്. അപ്പോൾ ആ പൊടി എന്തുണ്ടാവും? അവസാനം ഈ പാത്രത്തിൻ്റെ അടിയിൽ ഊറും അല്ലേ? ഇങ്ങനെ അത്രയും സത്യത്തിൽ ഭൂമി ഉണ്ടായത്. വെള്ളമാണ് ആദ്യം ഉണ്ടായതെന്നാണ്, എന്നിട്ടത്രേ ഭൂമി ഉണ്ടായത്. അപ്പോൾ ആ വെള്ളം എവിടെ നിൽക്കണു? ലോകത്തിലത്തെ സമുദ്രമായ വെള്ളം നിൽക്കുന്നത് സൃഷ്ടികർത്താവായിട്ടുള്ള ദേവിയാവുമ്പോൾ ദേവി, ഈശ്വരനാണ് വെച്ചാൽ ഈശ്വരൻ, ശിവനാച്ചാൽ ശിവൻ, ഒരു ശക്തിയിലാണ് വെള്ളം നിൽക്കുന്നത്. അപ്പം അത് ഏതാണെന്നാണ് ഇവിടെ നാരദൻ ചോദിച്ചത്. ഏതാണ് ലോകത്തിൻ്റെ അധിഷ്ഠാനം? യത് രൂപം യത് അധിഷ്ഠാനം യഥ സൃഷ്ടമിതം പ്രഭോ. ഏതൊന്ന് ദിഷ്ടമായി ഏതൊന്നിൽ നിലനിൽക്കുന്നു, ഏതൊന്നിൽ ലയിക്കുന്നു. യത് സംസ്ഥം യത് പരം വെച്ച തത്വം മത തത്വത. ഒരു തത്വത്തോട് കൂടിയിട്ട് എനിക്ക് പറഞ്ഞു തരണം. അതായത് ഫിസിക്സിൽ പറയുന്ന സംഗതി അനുസരിച്ചിട്ടാണെങ്കിലും ഒരു വസ്തുവും നശിക്കുന്നില്ല എന്നാണ്. ഒറ്റ വസ്തുവും നശിക്കുന്നില്ല. നാശം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിൽ ലയിക്കുക മാത്രമാണ് അത്രേ ചെയ്യുന്നത്. ഈ കടലാസൊക്കെ കത്തിയാൽ അവിടെ ഇല്ലാണ്ടാവണില്ല. അത് മുഴുവൻ അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ഉപ്പ് വെള്ളത്തിലിട്ടാലോ ഉപ്പുണ്ടാവില്ല, പക്ഷേ അത് വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ ഉപ്പ് നശിക്കുകയല്ല, ലയിക്കുകയാണ്. ഉപ്പ്, പഞ്ചസാര മുതലായിട്ടതൊക്കെ ലയിക്കുന്നു. കത്തിച്ച് കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ചെറിയൊരു വസ്തുവിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ലയിക്കും. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു ചാക്ക് ഉപ്പ് ലയിക്കാൻ ഒരു ചാക്കിൻ്റെ അത്ര തന്നെ വെള്ളം വേണമെന്നില്ല. ഇല്ല എന്നാണ് തോന്നുന്നത്. കുറച്ച് വെള്ളത്തിൽ ഈ ഉപ്പൊക്കെ ലയിക്കും. അപ്പോൾ വലിയ വസ്തു ചെറിയ ഒരു വസ്തുവിൽ ലയിക്കുക എന്നത് അത്ഭുതമേ അല്ല. അങ്ങനെ ഈ പ്രപഞ്ചം ഒരു കാലഘട്ടത്തിൽ യുഗങ്ങളൊക്കെ കഴിയുമ്പോൾ ഇല്ലാണ്ടാവും. അത് ഏതിലെങ്കിലും ലയിക്കണം, നശിക്കുകയല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാവുമോ? അതേ ലോകം തന്നെ വീണ്ടും സൃഷ്ടമാവുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് മനസ്സിലാക്കാം? നശിക്കുകയല്ല, എവിടെയോ പോയിട്ട് ഒളിക്കുകയാണ്. അപ്പോൾ ഏതിലാണ് ഇതെല്ലാം പോയിട്ട് ലയിക്കുന്നത് എന്നാണ് നാരദൻ്റെ ചോദ്യം. ചോദ്യമൊക്കെ വളരെ മനസ്സിലാക്കേണ്ട ചോദ്യങ്ങളാണ്. സർവം ഹേതത് ഭവാൻ വേദ ഭൂതഭവ്യഭവ പ്രഭു കരാമലകവത് വിശ്വം വിജ്ഞാനാവസിതന്തവ. എന്താ ഇപ്പം ഞാൻ അച്ഛനോട് ചോദിക്കാൻ കാരണം വെച്ചാൽ അച്ഛൻ ഈശ്വരനാണെന്നറിയാം നാരദന്. ബ്രഹ്മാവാണല്ലോ. ഭൂതഭവ്യഭവ പ്രഭു ഈശ്വരൻ നാമത്തിലുണ്ട്. ഭൂതഭവ്യഭവ പ്രഭു, അങ്ങ് ഭൂതവും ഭവ്യവും ഇപ്പം ഉള്ളതൊക്കെ അറിയണ ആളല്ലേ ബ്രഹ്മദേവ അച്ഛനായിട്ടുള്ള അങ്ങ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണെന്ന് പറഞ്ഞു. എല്ലാവരോടും ഞാൻ പോയി ചോദിച്ചിട്ടില്ല. കരാമലകവത് വിശ്വം. ആ മലകം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക. കരത്തിൽ നെല്ലിക്ക പിടിച്ചാൽ വല്ല വിഷമമുണ്ടോ ഒരു നെല്ലിക്ക എടുത്ത് പിടിക്കാൻ? അതുപോലെ അങ്ങ് ഈ വിശ്വം മുഴുവൻ കയ്യിലെടുത്ത് അമ്മാനമാടുകയാണ് എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിക്കണു. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ആളാണ് അങ്ങ്. അവിടെ അങ്ങേക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. വിജ്ഞാനാവസിതന്തവ.
വിശേഷത്തിലുള്ളതായിരിക്കുന്ന ആ ജ്ഞാനം അങ്ങേക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് അച്ഛാ ചോദിച്ചത്, എനിക്കിതൊക്കെ ഒന്ന് അറിയണം. ബുദ്ധിയുള്ള കുട്ടികളാണ് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുക. ഇതെങ്ങനെയാ അവർക്കത് ഓരോന്നും അറിയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അച്ഛൻ കുട്ടികൾക്ക് അങ്ങനെയാണ്. അവരുടെ ജിജ്ഞാസയെ നമ്മൾ തല്ലിക്കെടുത്തരുത്. അപ്പോൾ ആ ഒരു സംഗതിയും കൂടി ഇത് കൂടെ നമുക്ക് പഠിക്കാം. കുട്ടികൾ ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞു കൊടുക്കണം. യത് വിജ്ഞാനോ യദാധാരോ യത് പരസ്ത്വം യദാത്മക ഏകസ്ഥജസി ഭൂതാനി ഭൂതൈരേവ ആത്മമായ. എന്താണ് അച്ഛൻ ഈശ്വരനാണെന്ന് പറയാൻ കാരണം വെറുതെ കൊണ്ട് പറഞ്ഞതൊന്നുമല്ല. ത്വം നിന്തിരുവടി യത് വിജ്ഞാന നിറഞ്ഞ അറിവോടുകൂടിയ അങ്ങ് ഏതൊരുവനെ ആധാരമാക്കിയിരിക്കുന്നുവോ ആർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ആ പര ആർക്ക് കീഴടങ്ങിയവൻ, യഥാത്മക യാതൊരു സ്വരൂപമുള്ളവൻ, ഏക ഒരുവനായിട്ട് ആത്മമായ ആത്മശക്തി കൊണ്ടുണ്ടായിരിക്കുന്ന ഭൂതങ്ങളെ കൊണ്ട് തന്നെ പ്രാണികളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ സൃഷ്ടികർത്താവാണ്. അവനെന്താ ജോലി അല്ലെങ്കിൽ കൃത്യം സൃഷ്ടിക്കുക. അപ്പം എന്തൊരുപടി ഈശ്വരനെ അറിഞ്ഞിട്ടാണ് സൃഷ്ടിക്കുന്നത്. ഏതൊന്നിൽ ലോകം നിലനിൽക്കുന്നു. ഇതിനൊക്കെ കാരണമായിട്ടുള്ള ശക്തി ഏത്? ബ്രഹ്മാവല്ല. ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് മാത്രമാണ്. അതല്ലാത്തതായ ഒരു ഈശ്വരനുണ്ട് ഉണ്ടല്ലോ, വിഷ്ണു ഭഗവാൻ. അതറിഞ്ഞ ആളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. എന്തിനുവടി ഏതൊരു അറിവിലാണ് നിലനിൽക്കുന്നത്? ആ അറിവ് ആ ശക്തി അതിൻ്റെ സഹായത്താലാണ് അവിടുന്ന് സൃഷ്ടിക്കുന്നത്. ലോകമൊക്കെ സൃഷ്ടിക്കാൻ വല്ലാച്ചാൽ പറ്റുമോ? നമുക്ക് പറ്റുണ്ടോ? അതുകൊണ്ട് അങ്ങ് വളരെ ഉപാസകനാണ്, ദൈവാധീനമുള്ള ഒരാളാണ് എന്നാണ് നാരദൻ അച്ഛനെ പുകഴ്ത്തുന്നത്. ആ പരമതത്വത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ആരിൽ നിന്നാണ് അങ്ങ് ഈ ശക്തി സമ്പാദിച്ചത്? ലോകത്തെ സൃഷ്ടിക്കാനൊക്കെ ഉള്ള ശക്തി സമ്പാദിച്ചത് പറഞ്ഞു തരണം. എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ആത്മൻ ഭാവയസേ താനി നപ്പരാഭാവയൻ സ്വയം ആത്മശക്തിമപട്ടഭ്യ ഉണനാഭിരിവാക്ലമ. അങ്ങ് അനായാസേന ആത്മശക്തിയെ കൊണ്ട് യാതൊരു കുറവും വരാതെ അവയെ പരിപാലിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിക്കുക മാത്രമല്ല, അതിനുശേഷം പരിപാലിക്കുകയും ചെയ്യുന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. ഊർണനാഭി ഇവ, എട്ടുകാലി. പലപ്പോഴും ആത്മീയത്തിൽ ചില ജീവികളെയൊക്കെ അങ്ങനെ ഉപമിക്കൽ പതിവുണ്ട്. അതിൽ നിന്നൊക്കെ ഓരോ തത്വം പഠിക്കുക എന്നാണ്. 24 ഗുരുക്കന്മാർ എന്നൊരു വിഷയമുണ്ട് ഏകാദശത്തിൽ. അതിലൊരു ഗുരുവാണ് അത്ര എട്ടുകാലി. ഇതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? എട്ടുകാലിയെ കണ്ടാൽ നമ്മളതിനെ കൊല്ലാൻ എന്താ വഴി നോക്കുക, അല്ലെ? ഇത് പഠിക്കാനല്ല നോക്കുക. പക്ഷെ അറിവുള്ളവർ അതൊന്നും പഠിക്കും എന്നാണ്. എല്ലാ കാര്യങ്ങളിൽ നിന്നും ഓരോന്ന് മനസ്സിലാക്കാണ്ട്. അപ്പോൾ എട്ടുകാലിയിൽ നിന്ന് മനസ്സിലാക്കണം എന്താ? എട്ടുകാലിയെ പോലെ ക്ലേശമില്ലാതെ ഈ ലോകത്തെ തൻ്റെ ഉള്ളിൽ നിന്ന് തെറ്റിച്ച് തൻ്റെ ഉള്ളിലേക്ക് ആക്കുക എന്ന തത്വം അത്രേ എട്ടുകാലിയിൽ നിന്ന് നോക്കി നമ്മൾ ഓർക്കേണ്ടത്. ഓരോ എട്ടുകാലിയും കാണുമ്പോഴും ഓർക്കേണ്ട ഒരു തത്വമുണ്ട്. കാരണം അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഊർണം, നാഭിയിൽ നിന്ന് ഊർണം ഉണ്ടാക്കുന്നവൻ ജീവി. ഊർണം നൂല് കെട്ടി വല ഉണ്ടാക്കി ഈ എട്ടുകാലി അവിടെ ഇരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് അവിടുന്ന് പോണ കാണാം. ഇത് സ്ഥിരമായിട്ട് നമ്മളെപ്പോലെ ഒരു ദിക്കിലിരിക്കുകയൊന്നുമില്ല. നമ്മുടെയൊക്കെ വിചാരം വീടുണ്ടാക്കിയാൽ നമ്മൾ ആജീവനാന്ത അവിടെ തന്നെ ആയിരിക്കും. ആ വീട് തന്നെയാണ് നമ്മുടെ യഥാർത്ഥ വീട്. അവിടേക്കും പോവാറില്ല സാധാരണ, അല്ലേ? പക്ഷേ ഈ പല ജീവികൾക്ക് അതിൻ്റേതായ ഒരു സ്ഥിരമായ വാസസ്ഥാനം ഇല്ല. പാമ്പിനും ഇല്ല അത്രേ. പക്ഷെ ഇന്നലെ അധികം പാമ്പ് കണ്ടു, സൂക്ഷിച്ചോളൂട്ടോ. ഇന്നലെ കണ്ട പാമ്പ് ഇന്ന് അവിടെ ഉണ്ടാവില്ല. സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷേ അത് ഉണ്ടാവണം എന്നില്ല. അധികം വിഷം ഉണ്ടാവില്ല. കാരണം മിനിങ്ങാന്നത് എവിടെയായിരുന്നു? ഇവിടെ ആയിരുന്നില്ല, തീർച്ചയല്ലേ? അപ്പോൾ വേറെ എവിടുന്നോ വന്നിട്ടുള്ള പാമ്പ് ഇന്ന് ഇവിടെ കണ്ടാൽ നാളെ അത്
വേറെ സ്ഥലത്തായിരിക്കും എന്നാണ് നിരീക്ഷകർ പറയണത്. അപൂർവം ഒരു ഭാഗത്ത് കൂടായികയില്ല, പക്ഷെ അധികം അങ്ങനെ കൂടാറില്ല എന്നാണ്. ഇര കിട്ടും എന്നൊക്കെ കണ്ടാലൊക്കെയാണത്. അത് കഴിഞ്ഞാൽ അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ എട്ടുകാലി ഈ നൂല് വല കെട്ടി ജീവികളെ പിടിക്കാൻ വേണ്ടിയിട്ട് അത്രേ ഈ വല കെട്ടണം. അതിൽ വന്ന കൊതു ഈച്ച അതിനെയൊക്കെ പിടിച്ച് ഭക്ഷിക്കാൻ. കുറച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് പോകുമ്പോൾ ഈ നൂലിനെ അവിടെ ഇട്ട് പോവില്ല, എല്ലാം ഉള്ളിലേക്ക് ആക്കുന്നു എന്നാണ്. ഒരു കഴിവുണ്ട് എട്ടുകാലിക്ക്. ഈ എട്ടുകാലിയെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി അവിടുന്ന് പോവും. ഒരു വേറെ ദിക്കിൽ വല വിരിക്കുക, അവിടെ ഇരിക്കും കുറച്ച് ദിവസം. അങ്ങനെയാണ് അത്ര അതിൻ്റെ ഒരു സമ്പ്രദായം. ആ മുകളിലോ അല്ലെങ്കിൽ കഴുക്കോലോ പട്ടികയൊക്കെ, കഴുക്കോലും പട്ടികയെല്ലാം ആക്കിയ അതിൻ്റെ മുകളിൽ എട്ടുകാലി കീഴ്പ്പെട്ട് വീഴുമ്പോൾ ഈ നൂലിങ്ങനെ അതിലിങ്ങനെ തൂങ്ങിയിട്ട് ഈ എട്ടുകാലി നൂലിനെ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുകൊണ്ടാണ്. കണ്ടിട്ടുണ്ടാവും നിരീക്ഷകർ. നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ ഈ നൂലിങ്ങനെ ചെറുതാവണം ആലോചിച്ച് നോക്കൂ. ലാസ്റ്റിക്കൊന്നുമല്ല, അത് ചെറുതാക്കാൻ അങ്ങനെ ആണെങ്കിൽ തന്നെ എട്ടുകാലിക്ക് പറ്റുമോ ചെറുതാക്കാനും വലുതാക്കാനും? അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുകയാണത്. ആവശ്യമുള്ളപ്പോൾ ഈ നൂല് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. അത്ര ഓരോ ജീവികളും ഓരോ പോലെ അതിനൊരു കഴിവുണ്ട് എന്നാണ്. അപ്പോൾ എട്ടുകാലി എങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂലുണ്ടാക്കുന്നുവോ അതിലേക്ക് തന്നെ ആക്കുന്ന ഓരോ അത്ഭുതമല്ലേ പ്രപഞ്ചത്തിൽ. ആലോചിച്ചു, ഭഗവാന്റെ സൃഷ്ടിയുടെ അത്ഭുതങ്ങളാണ് അതൊക്കെ. ആലോചിച്ചാൽ മതി ഈശ്വരൻ ഉണ്ടെന്ന് ബോധ്യമാവാൻ. നമുക്ക് പറ്റുന്നില്ല. മറ്റൊരു ജീവികൾക്കും ഇല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂലുണ്ടാക്കാൻ, നൂല് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കുക. എന്തൊക്കെ അത്ഭുത പ്രപഞ്ചം നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതേപോലെ ഇവിടെ ഉപമയാണ്. ആ എട്ടുകാലി എങ്ങനെ നൂലിനെ തൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കി തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കുന്നുവോ അതുപോലെ ഈശ്വരൻ പ്രപഞ്ചത്തെ തൻ്റെ ഉള്ളിൽ നിന്ന് സൃഷ്ടിച്ച് പ്രളയകാലത്ത് തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കുന്നു. ആത്മൻ ഭാവയസേ താനി ന പരാഭാവയൻ സ്വയം, മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഒരു കുറവും സംഭവിക്കാതെ ലോകത്തെ ഉള്ളിൽ നിന്ന് സൃഷ്ടിച്ച് ആത്മശക്തി കൊണ്ട് സൃഷ്ടിച്ച് തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കുന്നു. പൂർണ്ണനാഭി ഇവ, എട്ടുകാലിയെ പോലെ അത്രയും വൈഭവം ഉള്ള ആളാണല്ലോ അങ്ങ്. അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു, ഒരു കോട്ടവും തട്ടാത്ത വിധം. യാതൊരു കുഴപ്പമില്ല. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചാലും ഒരു കുറവോ ക്ഷീണോ ബ്രഹ്മാവിനില്ല. ആ ബ്രഹ്മാവാണ് ഈശ്വരൻ എന്ന നിലയ്ക്കാണ് നാരദൻ സംസാരിച്ചത്. അച്ഛൻ തന്നെയാണ് ഈശ്വരൻ. നാഹം ഭേദപരം ഹ്യസ്മിന്നാപരൻ ന സമം വിഭോ നാമരൂപഗുണേർഭാവ്യം സദസത് കിഞ്ചിതന്യത. വിഭോ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈശ്വരനായി കഴിഞ്ഞിരിക്കുന്നു ബ്രഹ്മാവ് നാരദൻ്റെ ദൃഷ്ടിയിൽ. സർവജ്ഞ അസ്മിൻ അഹം പരം അപരം സമം നാമത്ര നാമരൂപഗുണൈഹി. അസ്മിൻ ഇതിൽ, അഹം ഞാൻ, പരം ശ്രേഷ്ഠത്തെയും അപരം നികൃഷ്ടത്തെയും സമം സമത്തെയും നാമരൂപഗുണൈഹി നാമരൂപഗുണങ്ങളാൽ ഭാവ്യം സാധിക്കത്തക്കതായിട്ട്, ഭാവ്യം സത്തായിട്ടുള്ളതും അസത്തായിട്ടുള്ളതും കിഞ്ചിത് യാതൊന്നും അന്യനിൽ നിന്ന് അഹം ഞാൻ വേദ അറിയുന്നില്ല. എല്ലാം നിന്തിരുവടിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് ചുരുക്കം. അത്രയുള്ളൂ. ഹേ വിഭോ നാമരൂപഗുണേർ ഭാവ്യം സദസത് കിഞ്ചിത് അന്യത ന അഹം വേദ. ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾ നാമരൂപഗുണങ്ങളൊക്കെ അങ്ങയിൽ നിന്നല്ലാതെ ഉണ്ടായതായിട്ട് ഞാൻ അറിയുന്നില്ല. അങ്ങയിൽ നിന്നല്ലാതെ ഒരാളിൽ നിന്നുണ്ടായതല്ല, മീൻസ് അങ്ങയിൽ നിന്നുണ്ടായതാണ്. കുറച്ച് വളച്ചു കെട്ടി പറഞ്ഞു എന്ന് മാത്രം. അങ്ങയിൽ നിന്നല്ലാതെ ഇതൊന്നും ഉണ്ടായതായിട്ട് ഞാൻ അറിയുന്നില്ല. ഉണ്ടാവാനുള്ള കാരണം അങ്ങല്ലാത്ത ഒന്നായിട്ട് ഞാൻ കാണുന്നില്ല. എല്ലാം അങ്ങാണ്. അങ്ങ് ഈശ്വരനാണ്, സർവജ്ഞനും ആണ്. സ ഭവാൻ അചരത് ഘോരം എത്തപസ്സു സമാഹിത തേന ഖേദസേനത്വം പരാശങ്കാം പ്രയച്ഛസി. സ ഭവാൻ, ആ നിന്തിരുവടി, സുസമാഹിത, ഏറ്റവും ഏകാഗ്രതയോടുകൂടിയവനായിട്ട് എന്തു ചെയ്തു? ഘോരം തപഹ അചരത്,
വളരെയേറെ തപസ് ആചരിച്ചു. ഈ അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ പഠിച്ച് മനസ്സിലാക്കൽ മാത്രമല്ല, പ്രത്യേകിച്ച് ആത്മജ്ഞാനം തപസ്സുകൊണ്ടാണ് ഉണ്ടാവുക എന്നാണ്. തപസ്സുകൊണ്ടാണ് ഉണ്ടാവുക. അതങ്ങ് ആചരിച്ചിട്ടുണ്ട്. ബ്രഹ്മാവ് ലോകത്തെ തെറ്റിക്കാൻ അനവധി വർഷക്കാലം തപസ് ചെയ്തു എന്ന് പ്രസിദ്ധം. എല്ലാവർക്കും അറിയാം. അനവധി കാലം തപസ് ചെയ്തിട്ടാണ് വിഷ്ണു പ്രത്യക്ഷമായിട്ട് ലോകത്തെ തെറ്റിക്കാനുള്ള കഴിവ് നൽകിയത്. ഒരു ദിവസമോ 2 ദിവസമല്ല, വർഷങ്ങളോളാണ്. അത് സാധാരണ വർഷമല്ല, ബ്രഹ്മാവിൻ്റെ വർഷം. 1000 ചതുർയുഗം കൂടിയാലൊരു പകൽ, 1000 ചതുർയുഗം കൂടിയാൽ ഒരു രാത്രി. കൃതം ത്രേതാ ദ്വാപരം കലി എന്ന് പറഞ്ഞാൽ 1000കണക്കിന് വർഷങ്ങളാണ്. അപ്പം എത്ര വർഷമാണ് ബ്രഹ്മാവ് തപസ് ചെയ്തതെന്ന് ചോദിച്ചാൽ കണക്കാക്കാൻ തന്നെ പ്രയാസമാണ്. അപ്പം സ ഭവാൻ അചരത് ഘോരമായിട്ടുള്ള തപസ് ചെയ്തു. എന്നിട്ടാണ് ലോകം തെറ്റിക്കാനുള്ള കഴിവ് നേടിയത്. അല്ലാണ്ട് ലോകമൊന്നും തെറ്റിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലാണ് ലോകം തെറ്റിക്കാനുള്ള കഴിവുണ്ടാവുക? ഏത് കോളേജിൽ പഠിച്ചാലാണ് ലോകത്തെ തെറ്റിക്കാൻ മാത്രമുള്ള കഴിവ്, അറിവുണ്ടാവുക? ഒരു കോളേജ് പഠിച്ചാലും ഉണ്ടാവില്ല, ഒരു പുസ്തകം വായിച്ചാലും ഉണ്ടാവില്ല, ഒരു കോഴ്സ് പാസ്സായാലും ഉണ്ടാവില്ല, ഉറപ്പാ. ബ്രഹ്മാവ് എങ്ങനെ നേടി? ഘോരം തപ, അതിൽ നിന്നാണ് ഉണ്ടായത്. യഥാർത്ഥ അറിവ് തപസ്സിൽ നിന്നേ ഉണ്ടാവും, പഠിച്ചുണ്ടാക്കണതല്ല അത്. സ ഭവാൻ അചരത് ഘോരം എത്തപ, ഘോരമായിട്ടുള്ള തപസ്സല്ലയോ പിതാവേ അവിടുന്ന് അനുഷ്ഠിച്ചു. തേന കേദേശേ നസ്ത്വം പരാശങ്കാം പ്രേച്ഛസി, യത് തേന അതിനാൽ ഞങ്ങളെ കേദേശേ ക്ലേശിപ്പിക്കുന്നു, ത്വം പരാശങ്കാം അന്യശങ്കയെ പ്രേച്ഛസി തരുന്നു. അങ്ങേക്കും ഭജിക്കാൻ യോഗ്യനായ ഒരു ഈശ്വരൻ ഉണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് തോന്നും ബ്രഹ്മാവാണ് ഈശ്വരൻ. കാരണം ലോകത്തെ തെട്ടിക്കെട്ടി കർത്താവ് എന്നാണല്ലോ ഈശ്വരന് കൊടുത്ത പേര്. പക്ഷേ ഇപ്പോൾ അതിലൊരു വ്യത്യാസം അങ്ങ് തന്നെ വരുത്തുന്നു. അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് എന്താ വ്യത്യാസം വരുത്തണം? അങ്ങല്ല ഈശ്വരൻ. കാരണം അങ്ങ് തപസ്സന് ഇട്ടിക്കുന്നുണ്ട്. ഈശ്വരനെ ഭജിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കല്ലേ ഈശ്വരനെ ഭജിക്കേണ്ടത്. ഈശ്വരന് മറ്റൊരാളെ ഭജിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരൻ ഭജിക്കാറുമില്ല. അപ്പം അങ്ങ് ഏതെന്നിനെയോ ഭജിക്കലുണ്ട്. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു സംശയം ജനിപ്പിക്കുന്നു. ഇനി ആരാണ് ഈശ്വരൻ അങ്ങല്ലാതെ? തേന കേദേശേ നസ്ത്വം, ഞങ്ങൾക്ക് വല്ലാത്ത പരിഭ്രമം ഉണ്ടാവണം. കേദേശേ എന്ന് പറഞ്ഞാൽ സംശയം, ക്ലേശം. ഉത്തരം കിട്ടാത്ത ചോദ്യം ഒരു ക്ലേശമാണ് അല്ലേ? എന്തെങ്കിലും ഉത്തരം കിട്ടാത്ത അയ്യോ അതിങ്ങനെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ, എന്നാലും അങ്ങോട്ട് കിട്ടണില്ല എന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. ഇപ്പോഴാണ് ഉത്തരം കിട്ടിയൊരു സമാധാനം ഉണ്ടായത്. മറ്റേതിങ്ങനെ ഒരാളുടെ പേരാണെങ്കിലും വേണ്ടില്ല, ഒരാളുടെ ഫോൺ നമ്പർ ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ അഡ്രസ്സ് ആയാലും വേണ്ടില്ല, അതിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്, അതങ്ങനെ കിട്ടണമില്ല. അത് വല്ലാത്തൊരു അസ്കിത എന്ന് പറയും മലയാളത്തിൽ. കിട്ടിക്കഴിഞ്ഞാലോ അതന്നെ കേട്ടോ, അതൊന്നും കൂടിയും പറയൂ. ഇപ്പം മനസ്സിലായി. അപ്പോൾ ആ ഒരു ഖേദം, അറിയാനുള്ള വെമ്പൽ വല്ലാത്തൊരു വിഷമമാണ്. അതുകൊണ്ട് ആരെയാണ് അച്ഛൻ തപസ് ചെയ്യുന്നത് എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? ബുദ്ധിയുള്ള കുട്ടികൾ അത്രേ അച്ഛനെ അനുകരിക്കുക. ഏതൊരു കുട്ടികൾക്കും അമ്മയെ സ്നേഹിക്കാൻ കഴിയും, അത് സ്വാഭാവിക. പക്ഷെ ബുദ്ധിയുള്ളവർക്കേ അച്ഛനെ അനുകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പണ്ടത്തെ ഒരു പറയലാണ്. അച്ഛനെ മനസ്സിലാക്കാൻ ബുദ്ധി ഉണ്ടാവണം, അമ്മയെ മനസ്സിലാക്കാൻ സ്നേഹം മതി. മോശമായിട്ടല്ല കേട്ടോ പറയണം, മോശമായിട്ടൊന്നും പറയണില്ല. രണ്ട് രീതിയാണ്. ബുദ്ധി കൊണ്ടേ അച്ഛനെ മനസ്സിലാക്കാൻ പറ്റും. സ്നേഹം അങ്ങനെ വാരിക്കോരിയിട്ടൊന്നും പുരുഷന്മാർ കൊടുക്കാറില്ല. അവർക്ക് അത്രേ പറ്റുള്ളൂ, അത് അവരുടെ സ്വഭാവമാണ്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? അച്ഛനെ മനസ്സിലാക്കും. സ്നേഹം കൊണ്ട് അമ്മയെ സ്നേഹിക്കുകയും ചെയ്യും. രണ്ടും ചെയ്യുന്നതാണ്, രണ്ടും വേണം. വിജാനീഹി തഥേ വേദം അഹം ബുദ്ധേനു ശാസിത ഏതന്മേ പൃച്ഛത സർവൻ സർവജ്ഞ സകലേശ്വര. സർവജ്ഞ സകലേശ്വര, അങ്ങ് ആരെയാണ് ഉപാസിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ? എന്നിട്ട് വേണം തനിക്കും കൂടി ഭജിക്കാൻ. നാരദൻ അച്ഛന് കിട്ടിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു തരുമോ എന്നങ്ങനെ ചോദിക്കണു. ബ്രഹ്മാവ് അതിനുള്ള ഉത്തരം തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു.
കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.